ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള നൈപുണ്യവും പ്രാവീണ്യവും ഇനിയുള്ള കാലത്ത് വളരെ അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇലക്ട്രിക് യുഗത്തിൻ്റെ ആരംഭത്തോടുകൂടി നാം കൂടുതൽ വ്യക്തിഗത വികസനവും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും നേടിയെടുക്കേണ്ടത് നമ്മുടെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒരു പേഴ്സണൽ പർപ്പസ് ലക്ഷ്യം വെച്ചിട്ടാണ് നാം ഓരോരുത്തരും ഓരോ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുന്നത്. അതിനി സ്വിമ്മിങ് സ്കില്ലായാലും ഡ്രൈവിംഗ് സ്കില്ലായാലും ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് സ്കില്ലായാലും സൈക്ലിംഗ് സ്കില്ലായാലും അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അല്ലേ? എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായാലും സ്കിൽ ഓഫ് ദ സ്കിൽ അല്ലെങ്കിൽ കിങ് ഓഫ് ദ സ്കിൽ എന്നറിയപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്കിൽ കൂടിയുണ്ട്, പ്രസൻറ്റേഷൻ സ്കിൽ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലുമാണ് നമ്മളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. മികച്ച ആശയവിനിമയത്തിലൂടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന അവതരണ കല പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരു മേഖലയിലും തിളങ്ങാനാവില്ല. കാരണം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പേടി എന്നറിയപ്പെടുന്നത് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിൽ എന്നറിയപ്പെടുന്നതും മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പഠിപ്പിക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ തന്നെയാണ്. ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിലൂടെ തന്നെയാണ് നാവുള്ളവനും നാടിൻ്റെ നടുവിൽ പാതി എന്ന ഒരു ചൊല്ലു തന്നെ ഉണ്ടായത്. മാർക്കറ്റിങ്ങിലായാലും സെയിൽസിലായാലും നമ്മൾക്ക് മികച്ച കഴിവുകൾ പുറത്തെടുത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ അറപ്പും വെറുപ്പും മടുപ്പും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്കൊരു ജോളിനെസ് നമ്മുടെ സ്വഭാവത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നന്നായി ചിരിക്കാൻ സാധിക്കുക, നല്ല പ്ലീസിങ് മെക്കാനിസം നമ്മുടെ ഫേസിലും ബോഡിയിലുമൊക്കെ നല്ല ബോഡി ലാംഗ്വേജ് ആയിട്ട് മാറുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് ബിസിനസ് ലാംഗ്വേജ് ആണ്. നമുക്ക് വായിക്കാനും എഴുതാനും അറിയാം, പക്ഷേ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാത്ത നിർഭാഗ്യകരമായ ഒരു പഠന സമ്പ്രദായത്തിലൂടെയാണ് നാം ഇംഗ്ലീഷ് പഠിക്കാനിടയായത്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരായിപ്പോയത്. മലയാളം പഠിച്ചതുപോലെ തന്നെയാണ് എല്ലാ ഭാഷകളും പഠിക്കേണ്ടത്. കണ്ടും കേട്ടും ശ്രദ്ധിച്ചും അനുകരിച്ചും കോപ്പിയടിച്ചും ഇമിറ്റേറ്റ് ചെയ്തും നിരീക്ഷിച്ചും പിന്നീട് സംസാരിക്കാൻ ശ്രമിച്ചും ആദ്യം പരാജയപ്പെട്ടും വീഴ്ചകളും തെറ്റുമൊക്കെ ഒരുപാട് വരുത്തിക്കൊണ്ട് തന്നെയാണ് നാം മലയാളം പഠിച്ചതെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഇംഗ്ലീഷും പഠിക്കേണ്ടിയിരുന്നത്? നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? ഇംഗ്ലീഷ് പഠിക്കാൻ ഒരേ ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. നീന്തലും കമ്പ്യൂട്ടറും കാറും ഒക്കെ പഠിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അടങ്ങിയ ടെക്നിക്കൽ അഥവാ സാങ്കേതിക രീതികളാണോ പരീക്ഷിച്ച് പഠിച്ച് വിജയിച്ചത്, അത് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന പ്രാക്ടിക്കൽ ടെക്നിക്കൽ ഭാഷ സിസ്റ്റമാറ്റിക്കും സയൻറ്റിഫിക്കുമായി പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് കാർ ഓടിക്കാനും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനും നീന്താനും ഒക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ അവയൊക്കെ പ്രാക്ടിക്കലായി ചെയ്ത് പഠിച്ചിട്ടാണ് അതിൽ മികച്ചവരും വിദഗ്ധരുമൊക്കെയായി മാറിയത് അല്ലെങ്കിൽ മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഇംഗ്ലീഷിനെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക, സംസാരിച്ച് പഠിക്കുക. സംസാരിച്ച് പഠിക്കാതെ ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കാനാവുക? നീന്തി പഠിക്കാതെ നമുക്കെങ്ങനെയാണ് നീന്തൽ പഠിക്കാൻ സാധിക്കുക? ഡ്രൈവ് ചെയ്ത് പഠിക്കാതെ എങ്ങനെയാണ് ഒരു കാർ ഡ്രൈവ് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കാതെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി മാറുക? അവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എഴുതി പഠിക്കരുത്, കമ്പ്യൂട്ടർ വായിച്ച് പഠിക്കരുത് എന്നൊക്കെ പറയുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിലൂടെ തന്നെ പോയി പഠിച്ച് തന്നെ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണമെങ്കിൽ എഴുതി പഠിക്കുക, വായിക്കാനാണെങ്കിൽ വായിച്ച് പഠിക്കുക, സംസാരിക്കാനാണ് പഠിക്കേണ്ടതെങ്കിൽ സംസാരിച്ച് പഠിക്കാൻ തീരുമാനിച്ച് അത് സെൽഫ് കമ്മിറ്റ്മെൻറ്റോടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും സ്വയം അവനവനോട് നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വഴങ്ങി വരും. അപ്പോൾ ഈ വഴക്കവും തഴക്കവും പഴക്കവും ഒക്കെ ഉണ്ടായി വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് പ്രവർത്തിച്ച് അതല്ലെങ്കിൽ സംസാരിച്ച് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. അവിടെയാണ് മെൻറ്റാലിറ്റി ഗോസ് ടു റിയാലിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതെ പിന്മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സംസാരിച്ച തെറ്റിപ്പോകുമോ എന്ന ഭയം, ഇൻഫർമേഷൻ ബ്ലോക്ക്, മെൻ്റൽ ബ്ലോക്ക്, ലിമിറ്റിംഗ് ബിലീഫ്, ഇങ്ങനെയൊക്കെ ഒരുപാട് വിപരീത ഊർജ്ജങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ വിജയത്തിന് തടസ്സപ്പെടുത്താനുണ്ട്. ഈ ചിന്തകൾ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക, നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായി സംസാരിക്കാനുള്ള വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. ആ വാക്കുകളെ സെൻറ്റൻസാക്കി മാറ്റുന്നത് എങ്ങനെ?
ആ പഠനമാണ് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്കൊരു 10,000 വാക്കുകളെങ്കിലും അറിയാം, പക്ഷേ ഈ വാക്കുകളെ എങ്ങനെയാണ് കോർത്തിണക്കേണ്ടത്, അവിടെയാണ് പ്രശ്നം വരുന്നത്. വാക്കുകളുടെ സ്പെല്ലിങ്ങും ഉച്ചാരണവും പഠിച്ചേ മതിയാവുള്ളൂ. കൂടാതെ സെൻറ്റൻസുകൾ എന്ന ഫ്രേസിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കണം. സെൻറ്റൻസ് മേക്കിംഗ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് റൂൾസും സ്ട്രക്ചറും ടെൻസ് ഫോമുലകളും ഒക്കെ അറിഞ്ഞിരിക്കുകയും വേണം. നിയമം പഠിച്ചുറപ്പിക്കാതെ എങ്ങനെയാണ് ചിട്ടയായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങളെ അനുസരിച്ചേ മതിയാവുള്ളൂ. നിയമങ്ങളെ അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും, ഒരുപാട് അബദ്ധങ്ങൾ പറ്റും, അവിടെയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉപയോഗരീതികളും പ്രയോഗരീതികളും പഠിച്ചുറപ്പിക്കാൻ ഏറ്റവും പ്രായോഗികവും ഫലപ്രദമായ ടെക്നിക്കാണ് റിവിഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ റിവിഷൻ പ്രാക്ടീസാണ്. റെപ്പറ്റീഷനിലൂടെയാണ് റിവിഷൻ നമ്മൾ ചെയ്യുന്നത്. ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസിൻ്റെ ബേസ്മെൻറ്റുമാണ്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ശരിക്കും ലേണിങ്ങിൻ്റെയും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ബേസ്മെൻറ്റാണ്. അങ്ങനെയാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മാസ്റ്ററിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും മാസ്റ്ററാവും. അത് ഏത് ടോപ്പിക്കിലായാലും ഏത് ലാംഗ്വേജിലാണെങ്കിലും. നമ്മൾ മനസ്സിൽ അറിഞ്ഞെടുത്ത കാര്യങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, റിവിഷൻ ചെയ്തുകൊണ്ട്, റിപ്പീറ്റഡായി ഓർത്തെടുത്ത് സബ് കോൺഷ്യസിൽ ഉറപ്പിച്ചെടുക്കുന്ന അഫർമേഷൻ, കൺഫർമേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്ത് പഠിക്കണമെങ്കിലും നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു ടിപ്പ് എനിക്ക് നൽകാനുള്ളത് റിവിഷൻ, റെപ്പറ്റീഷൻ, ഇത് ഒരുമിച്ച് ചേരുന്ന വിഷ്വലൈസേഷൻ, ആഫർമേഷൻ, കൺഫർമേഷൻ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങളെ, നമ്മളുടെ സ്വപ്നങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവിടെയാണ് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ റിവിഷനും റെപ്പറ്റീഷനും ഒത്തുചേരുന്ന പ്രാക്ടീസുകളിലൂടെ, ഡെയിലിയുള്ള ഇംഗ്ലീഷ് യൂസേജസിലൂടെ നമുക്ക് സംസാരിച്ചു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ, സൈക്കോ ലിംഗ്വിസ്റ്റിക് സിസ്റ്റം എന്ന പവർ ലേണിംഗ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് അതിവേഗം ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. ഈ കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ റെഡിയാണെങ്കിൽ കോൺടാക്റ്റ് അസ്. വീണ്ടും വരാം. ബൈ.